ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ കട്ട്ലേറ്റ് ആണ്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണ് ഫ്രീസറിൽ സൂക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ കട്ട്ലേറ്റ് ഞാൻ സൂക്ഷിക്കുന്ന വിധം ഞാൻ ഇന്ന് ഇതിൽ കാണിക്കാം. ഫ്രീസറിൽ നമുക്കിത് ഒരു മാസം വരെയൊക്കെ സൂക്ഷിക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കട്ട്ലേറ്റിന് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം. ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ്. തൊലി കളയാതെയും വേവിക്കാം. വേവിച്ചതിന് ശേഷം തൊലി കളഞ്ഞെടുത്താലും മതി. അപ്പോൾ ഞാനിങ്ങനെ തൊലി കളഞ്ഞിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്തിട്ട് നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റാം. ഞാനിതിവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഒരിക്കലും കൂടുതൽ വെന്തുടഞ്ഞു പോകരുത്. ഒരു പാകത്തിനുള്ള വേവാകുമ്പോൾ തന്നെ ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം ഉടച്ചെടുക്കണം. കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ കട്ട്ലേറ്റ് വല്ലാതെ സോഫ്റ്റായി എണ്ണയൊക്കെ കുടിക്കും. അപ്പോൾ പാകത്തിനുള്ളൊരു വേവാകുമ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ തീ ഓഫ് ചെയ്യുക. ഞാനിതിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അധികം വെന്തു പോകാത്ത വിധത്തിൽ ഉരുളക്കിഴങ്ങ് വേവിച്ച് ഇതുപോലെ പൊടിച്ച് വെക്കുക. ഇനി നമുക്ക് കട്ട്ലേറ്റിനുള്ള മസാല ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി 2 സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കാം. അല്പം കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞത്, 4 പച്ചമുളക് വളരെ ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊക്കെ വഴറ്റുക. ഇതൊക്കെ നല്ല ചെറുതായിട്ട് അരിയാൻ ശ്രദ്ധിക്കണം. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക. നമ്മൾ ഉരുളക്കിഴങ്ങിലും ചിക്കനിലൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ സവാളയ്ക്കും മറ്റും മാത്രം ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. സവാള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ വരെ ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. വേറെ പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വരെ മല്ലിയില അരിഞ്ഞത് ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ചിക്കനാണ്. ഇത് ഞാൻ ഉപ്പും കുരുമുളകും ചേർത്തിട്ട് വേവിച്ചതിന് ശേഷം മിക്സിയിലൊന്ന് പൊടിച്ചെടുത്ത ചിക്കനാണ്. ഇങ്ങനെ പൊടിച്ചെടുക്കുന്നതായിരിക്കും കട്ട്ലേറ്റിന് എപ്പോഴും നല്ലത്. അപ്പോൾ ഏകദേശം ഇതൊരു 200 ഗ്രാം ചിക്കൻ ഉണ്ടാവും വേവിക്കുന്നതിന് മുന്നേ. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് പൊടിച്ച് വെച്ച ഉരുളക്കിഴങ്ങും ഇതിലേക്ക് ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ വേവിക്കുന്ന സമയത്ത് ഞാൻ ഉപ്പും കുരുമുളകും മാത്രമേ ചേർത്തിരുന്നുള്ളൂ. വേറെ പൊടികളൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്തുനിന്ന് മാറ്റാം. എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇതാക്കിയെടുക്കാം. ഞാനിവിടെ നമ്മുടെ ഉന്നക്കായുടെ ഒക്കെ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളതും ഫ്രീസറിൽ സൂക്ഷിക്കാനും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ഷേപ്പിലുള്ള കട്ട്ലേറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. മുഴുവൻ കട്ട്ലേറ്റും ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട്. മുട്ടയുടെ മഞ്ഞ എടുത്തിട്ടില്ല. മഞ്ഞ വേണമെങ്കിലും എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ പൊതുവെ വെള്ള മാത്രമാണ് യൂസ് ചെയ്യുന്നത്. 2 മുട്ടയുടെ വെള്ളയാണിത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ റൊട്ടി പൊടിച്ചിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഞാനിതിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ച ബ്രെഡ് ക്രംസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിത് ആദ്യം മുട്ടയുടെ വെള്ളയിലും പിന്നീട് ബ്രെഡ് ക്രംസിലും ഒന്ന് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് ഫ്രീസറിലേക്ക് ഏത് പാത്രത്തിലാണ് വെക്കുന്നത് അതിലേക്ക് നമുക്കിത് മാറ്റാം. ഇതുപോലെ മുഴുവൻ കട്ട്ലേറ്റും മുട്ടയുടെ വെള്ളയിലും ബ്രെഡ് ക്രംസിലും നന്നായിട്ട് മുക്കിയെടുക്കാം. ഒരു കൈ ഉപയോഗിച്ചിട്ട് മുട്ടയുടെ വെള്ളയിലും മറ്റേ കൈ കൊണ്ട് ബ്രെഡ് ക്രംസിലും മുക്കിയെടുക്കുകയാണെങ്കിൽ നമുക്കിത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നത് ഒഴിവാക്കാം. ഞാനിതിവിടെ മുഴുവൻ കട്ട്ലേറ്റും മുട്ടയുടെ വെള്ളയിലും ബ്രെഡ് ക്രംസിലും മുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പ്ലാസ്റ്റിക് ബോക്സിലുള്ള കട്ട്ലേറ്റ് ഞാൻ ഫ്രീസറിലേക്ക് മാറ്റുകയാണ്. ഇത് നന്നായിട്ട് കവർ ചെയ്തിട്ട് വേണം ഫ്രീസറിലേക്ക് വെക്കാൻ. എല്ലാ ഭാഗവും നന്നായിട്ട് കവർ ചെയ്യുക. എന്നിട്ട് നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു മാസം വരെയൊക്കെ സൂക്ഷിക്കാം. നമ്മളിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് 3-4 മണിക്കൂറിന് മുന്നേ പുറത്തേക്ക് എടുത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. നന്നായിട്ട് തണുപ്പ് പോയതിന് ശേഷം മാത്രമേ ഇത് ഫ്രൈ ചെയ്യാവൂ. അല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ കട്ട്ലേറ്റ് തണുപ്പോടുകൂടി ഫ്രൈ ചെയ്യുകയാണെങ്കിൽ അത് നന്നാവില്ല. അപ്പോൾ മുഴുവൻ തണുപ്പും പോയി റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം മാത്രം ഫ്രൈ ചെയ്തെടുക്കുക. ബാക്കിയുള്ള കട്ട്ലേറ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്ക് കട്ട്ലേറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കട്ട്ലേറ്റ് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിത് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ, അതായത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട്
നമ്മൾ മീൻ പൊരിക്കുന്ന പോലെയൊക്കെ പൊരിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് എണ്ണ കൂടുതൽ കുടിക്കുന്നത്. ഇതുപോലെ നിറയെ ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ അധികം ഓയിൽ കുടിക്കില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരിക്കലും കട്ട്ലേറ്റ് ഫ്രൈ ചെയ്യരുത്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക. അങ്ങനെ ആകുമ്പോഴും എണ്ണ അധികം കുടിക്കില്ല എന്ന് മാത്രമല്ല കട്ട്ലേറ്റ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കട്ട്ലേറ്റ് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ കട്ട്ലേറ്റ് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല വല്ലാണ്ട് എണ്ണ കുടിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ആദ്യം എണ്ണയിലിട്ട കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കി കട്ട്ലേറ്റും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മൊരിഞ്ഞ കട്ട്ലേറ്റ് റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്